ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ നമ്മളെ കുഞ്ഞു പൂന്തോട്ടത്തിൽ ഒരു കുഞ്ഞൻ ആമ്പിൾക്കുളം സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വ്ളോഗാണ്. നമ്മുടെ ഗാർഡനിൽ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ചില രീതിയിൽ പൂത്തുടഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നോക്കുക, ആ ഒരു ആമ്പിളത്തെ കിട്ടിയിരിക്കുകയാണ്. ഈ തയ്യ കിട്ടിയപ്പോൾ തന്നെ ഇതിലൊരു പൂവുണ്ട്, 2 മുട്ടകളും ഉണ്ട്. പിന്നെ നമ്മൾ ഇതിന് വളർത്തിയത് ഈ ചെറിയൊരു ബേസാണ്, കുഞ്ഞ് ബേസ്. ഇതിനകത്ത് അത്യാവശ്യം വെള്ളമൊക്കെ കൊള്ളും. പിന്നെ പോട്ടി മിക്സഡായിട്ട് നമ്മൾ ഇതിനകത്ത് നടാൻ വേണ്ടി കുറച്ച് ചാണകപ്പൊടി ഇടുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചുമന്ന മണ്ണ് ഇതിലേക്ക് ഇടുന്നു. പിന്നെ കുറച്ച് മണലും കൂടെ നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇതിനെല്ലാം കൂടെ നല്ല നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യുന്നു. കറുപുറ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ആമ്പലത്തേക്ക് നമുക്ക് നടാം അതിൻ്റെ അകത്ത്. അങ്ങനെ ഏറെക്കുറെ നമ്മൾ ഒരുവിധം ആമ്പലത്തെ നട്ടിരിക്കുന്നു. വേരൊക്കെ നമ്മൾ ആ വളത്തിലൊക്കെ മിക്സാക്കി കൊടുത്തിരിക്കുന്നു. ഇനി പതിയെ വെള്ളം കലങ്ങാതെ ഒരു സൈഡിൽ ഇതേപോലെ വെള്ളം നിറയ്ക്കുന്ന പരിപാടിയാണ്. ആമ്പൽക്കുളത്തിൻ്റെ അടുത്തത് ചെറുതായിട്ട് പൂക്കളൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. ആമ്പൽക്കുളവും വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഈ ആമ്പലിൻ്റെ പൂവൊക്കെ നല്ല മണവുമുണ്ട്. അതിൻ്റെ മുട്ടുകളൊക്കെ കിടക്കുകയാണ്. വേറൊരു മുട്ട ഈ സൈഡിലുണ്ട്. ഈ വെള്ളത്തിൻ്റെ അടിയിലും ഉണ്ട് മുട്ടുകൾ. നോക്കുമ്പോൾ 2 മുട്ടുകൾ അവിടെ ഉണ്ട്. അങ്ങനെ നമ്മളെ പൂന്തോട്ടത്തിലെ ചെറിയ പൂക്കളുടെ കളക്ഷനിലേക്ക് ഒരാളും കൂടെ അങ്ങനെ ആടാവുകയാണ് നമ്മുടെ ആപ്പിൾ ചെടി. അതിൻ്റെ ഇടയിൽ കൂടെ നൈസായിട്ട് ഒരാൾ തേനം കുടിച്ചിട്ടതോ പറന്നു പോവുകയാണ്. പോകുന്നു നമ്മുടെ ചെറു തേനീച്ച. അതിനെ കുറ്റാൻ പറയാൻ പറ്റില്ല. പൂക്കൾ നല്ല മണമുണ്ട് ദൂരെ നിൽക്കുമ്പോൾ തന്നെ. ഇനി നമ്മൾ ചെറിയ കുളത്തിലേക്ക് കുറച്ച് കുഞ്ഞൻ അതിഥികളെ കൂടെ ഇറക്കി വിടാനുണ്ട്. എന്തെങ്കിലും ഉണ്ടായിരുന്ന കുറച്ച് പ്ലാറ്റി ഫിഷിൻ്റെ കുഞ്ഞുങ്ങളാണ്. എല്ലാം ജുവനൈൽ സൈസാണ്. പതിയെ ഇതിലേക്ക് ഇനി ഇറക്കി വിടുന്നു. ഇനി ഇതാണ് ഇവരുടെ വീട്. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ പോണ്ടൊക്കെ സെറ്റായിട്ടുണ്ട്. മുട്ടൊക്കെ അടിയുന്ന മുട്ടൊക്കെ മുകളിലേക്ക് വന്നു. നമ്മുടെ പ്ലാറ്റിയൊക്കെ എന്തായാലും ഹാപ്പിയാണ്. എല്ലാവരും നല്ല ഹാപ്പിയാണ് ഓടിക്കളിക്കുന്നുണ്ട് അതിനകത്ത്. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ പിന്നെ കാണാം. ബൈ.